നമസ്കാരം. ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. സിപിഎമ്മിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി മന്ത്രി സജി ചെറിയാൻ. വർഗീയ പരാമർശം തിരുത്താൻ തയ്യാറായില്ല. മലപ്പുറത്തിനെതിരായ പ്രസ്താവനയിൽ സിപിഎമ്മിനകത്തും അമർഷം. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പരാമർശമെന്ന് കോൺഗ്രസ്. സതീശനെതിരായ സമുദായ നേതാക്കളുടെ ആക്രമണത്തിൽ പ്രതിരോധം തീർത്ത് കോൺഗ്രസ്. പറഞ്ഞത് പാർട്ടി നയമെന്ന് രമേശ് ചെന്നിത്തല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് കെ മുരളീധരൻ. ആക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്ന് കരുതലോടെ പ്രതികരിച്ച സണ്ണി ജോസഫ്. വർഗീയത ആര് പറഞ്ഞാലും എതിർക്കുമെന്ന് ആവർത്തിച്ച് സതീശൻ. NSS SNDP ഐക്യമുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്താൻ സിപിഎം. പരസ്യമായി പിന്തുണയ്ക്കുമ്പോഴും ആശങ്കയോടെ കോൺഗ്രസ്. VD സതീഷിനെതിരായ വിമർശനത്തിൽ NSSന്റെ വിശദീകരണം. NSS SNDP ഐക്യം സതീഷിനെതിരെ അല്ലെന്ന് NSS. സമൂഹ മാധ്യമത്തിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. കുടുംബത്തിന്റെ മൊഴിയെടുത്ത് പോലീസ്. ദീപകിന് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും. അത് നല്ല ശിക്ഷ കൊടുക്കുമ്പോഴാണ് അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. അതിനുള്ളിൽ കളയണം. അതിന് ലൈംഗികാതിക്രമം നടത്തിയെന്ന് പ്രചരിപ്പിച്ച യുവതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡീആക്റ്റീവായി. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരി. കൊലപാതകമെന്ന് തെളിഞ്ഞു. ആൺ സുഹൃത്ത് നിതിനെ കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. തിരുനാവായ മാഘ മഹോത്സവത്തിൽ വീണ്ടും പ്രതിസന്ധി. തമിഴ്നാട്ടിലൂടെയുള്ള രഥയാത്രയ്ക്ക് അനുമതിയില്ല. ജനജീവിതത്തെ ബാധിക്കുമെന്ന് സ്റ്റാലിൻ സർക്കാർ. പാലക്കാട് നിന്ന് യാത്ര തുടരുമെന്ന സംഘാടകർ. ഭാരതപ്പുഴയുടെ തീരത്ത് നിള ആരതി അല്പസമയത്തിനകം. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തിന് വഴങ്ങാതെ സർക്കാർ. ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി ലോക്ഭവന് തിരിച്ചു നൽകി. വിമർശനം ഒഴിവാക്കി നയപ്രഖ്യാപനം അവതരിപ്പിക്കാൻ ഗവർണർ. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് നാളെ തുടക്കം. കരൂർ ദുരന്തത്തിൽ വിജയെ പ്രതി ചേർക്കാൻ CBI. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയേക്കും. കുറ്റപത്രം ഫെബ്രുവരിയിൽ. 2ാം ഘട്ട ചോദ്യം ചെയ്യൽ തുടരുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. സജി ചെറിയാന്റെ വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. പ്രസ്താവന അപകടകരമെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ പരാമർശമെന്നും കോൺഗ്രസ് ആരോപിച്ചു. പരാമർശത്തിൽ പാർട്ടിക്കകത്തും അതൃപ്തിയുണ്ട്. വിവാദമായതോടെ വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്ത് വന്നെങ്കിലും പരാമർശം പിൻവലിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ മലപ്പുറത്ത് വന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്കും. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മമറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. വിവാദ പ്രസ്താവനയിലൂടെ സജി ചെറിയാൻ വീണ്ടും CPM നേതൃത്വത്തെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മലപ്പുറത്തെയും കാസർഗോഡെയും തെരഞ്ഞെടുപ്പ് വിജയം നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം എന്ന വിവാദ പ്രസ്താവന ഇപ്പോൾ ചൂടുപിടിച്ച ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമായി മാറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സജി ചെറിയാനെ എതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണ് ഇത്തരം പരാമർശങ്ങൾ സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് VD സതീശനടക്കമുള്ള ആളുകൾ പറയുന്നത്. അത്തരത്തിൽ വിദ്വേഷ പ്രസ്താവന നടത്തുന്നത് കേരളത്തിനാകെ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ് VD സതീശൻ വിമർശനമായി ഉന്നയിച്ചത്. മന്ത്രി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു. അദ്ദേഹത്തിന്റെ പരാമർശം അതാണ് സൂചിപ്പിക്കുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. അപ്പോഴും VD സതീശനോ പിണറായി വിജയനോ ഇല്ലാതായാലും കേരളം നാളെ ഉണ്ടാകും. അന്ന് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ, വർഗീയമായ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്ന രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇതെന്നായിരുന്നു സജി ചെറിയാന്റേത് എന്നായിരുന്നു VD സതീശന്റെ ആരോപണം.
പിണറായി വിജയനും വി.ഡി. സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. CPM വർഗീയ രാഷ്ട്രീയത്തിന് മുതിരുന്നു എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ആദ്യം പരാമർശം നടത്തിയത് AK ബാലനാണ്, അതും മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു. ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയും അത് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സജി ചെറിയാനെ നിയന്ത്രിക്കാൻ CPM നേതാക്കൾ തയ്യാറാകണമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. സജി ചെറിയാൻ പറയുന്നത് CPMന്റെ നിലപാടാണോ എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കണമെന്നുള്ളതാണ് KPCC അധ്യക്ഷൻ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാട് പാർട്ടിയുടെ നിലപാടാണോ സർക്കാരിന്റെ നിലപാടാണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും ഇതിനു മുൻപ് AK ബാലൻ നടത്തിയ പ്രഖ്യാപനങ്ങളുമെല്ലാം വളരെ ബോധപൂർവ്വം നടത്തുന്നതാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ആക്ഷേപിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാക്കിനും വാക്കിനും യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ CPM നേതാക്കന്മാർ തയ്യാറാകണം. ഇത് CPM പാർട്ടിയുടെ നിലപാടാണോ എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും വ്യക്തമാക്കണം. എന്നാൽ താൻ പറഞ്ഞ നിലപാട് വളച്ചൊടിച്ചതാണ് എന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, അതായത് പറഞ്ഞ നിലപാടുകളിൽ നിന്ന് സജി ചെറിയാൻ മാറുന്നില്ല, പക്ഷേ ആ കാര്യങ്ങളെ മറ്റു രീതിയിൽ ഇന്ന് അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. താൻ പറഞ്ഞ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. മുസ്ലിം മേഖലയിൽ ലീഗും ഹിന്ദു മേഖലയിൽ BJPയും ജയിക്കുന്നു. പാർലമെന്റിൽ BJPക്ക് ഒറ്റ മുസ്ലിം അംഗം പോലും ഇല്ല എന്നും സജി ചെറിയാൻ ഇന്നും പറയുന്നു. ഒപ്പം തന്നെ മതേതരത്വം പറയുന്ന പാർട്ടികൾ പരാജയപ്പെടുന്നുവെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നുമാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും താൻ ഇന്നലെ പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ മേഖലയിൽ ഉണ്ടായ വിജയം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. അവിടുത്തെ വർഗീയ ധ്രുവീകരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വിവാദ പ്രസ്താവനയിൽ നിന്ന് സജി ചെറിയാൻ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ ഞങ്ങളുടെ പാർട്ടി കിട്ടിയത് ഒരു സീറ്റാണ്, CPM. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ 2 സീറ്റാണ്. അവിടെ വർഗീയത പറഞ്ഞ BJPക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ 12 സീറ്റ് ജയിച്ചു. അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് 22 സീറ്റ് ജയിച്ചു. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അതേസമയം സജി ചെറിയാന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വിവാദ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വർഗീയ പരാമർശത്തിനെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ ഒരു ശരീരഭാഷയിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരണം നൽകാതെ, അതായത് സജി ചെറിയാന്റെ ഈ വിവാദ പരാമർശത്തെ സംബന്ധിച്ച് പ്രതികരണം നൽകാതെ MP ഗോവിന്ദൻ ഒഴിഞ്ഞു മാറിയത് ഇതിന്റെ ഒരു സൂചനയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹം പ്രതികരണം നൽകിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചാൽ അതിനകത്തുള്ള ഒരു കൃത്യമായ അവമതിപ്പ്, പ്രത്യേകിച്ച് സജി ചെറിയാന്റെ ഈ നാവ് കൊണ്ടുള്ള CPMനെ വെട്ടിലാക്കുന്ന ഈ സംഭവങ്ങളോടുള്ള ഒരു അവമതിപ്പ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി, അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ, അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ സജി ചെറിയാനെ നേരിട്ട് അഭിനന്ദിക്കുമെന്ന് K മുരളീധരൻ. സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് മന്ത്രി പറയുന്നത്. കോൺഗ്രസിലെ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തി വഴിയാധാരമാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ഇന്ന് BJPക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഏതാണ്ട് ഒരേ സ്വരമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന. ഇന്നധികം അതിനെ
വീണ്ടും ന്യായീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് 22 മുസ്ലിങ്ങൾ വിജയിച്ചു, 12 ഹിന്ദുക്കൾ വിജയിച്ചു. വിജയിച്ച 22 മുസ്ലിങ്ങളും മുസ്ലിം ലീഗുകാരും, വിജയിച്ച 12 ഹിന്ദുക്കൾ BJPക്കാരുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ 23-ാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം സജി ചെറിയാനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിസ്സാരനാണ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ മോഡി സജി ചെറിയാനെ ചിലപ്പോൾ അഭിനന്ദിക്കുമായിരിക്കും. കാരണം RSS പോലും പറയാത്ത വർഗീയതയാണ് പിണറായി സർക്കാരിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രി ഇവിടെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ എന്തുമാത്രം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചെന്ന് എന്നെ നെല്ലിക്കുന്ന MLA സംസ്കാരശൂന്യമായ പ്രതികരണമാണിത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണം. തൊഗാഡിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും നാവ് കടമെടുത്താണ് സജി ചെറിയാൻ പ്രതികരിക്കുന്നതെന്നും എന്നെ നെല്ലിക്കുന്ന ആരോപിച്ചു. തൊഗാഡിയ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത്. അപ്പോൾ ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ തൊഗാഡിയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാവ് ശ്രീ സജി ചെറിയാൻ കടമെടുത്തിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒരു സംസ്കാര ശൂന്യമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ നിന്നുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി നമ്മുടെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രി സജി ചെറിയാനെതിരെ സമസ്തയും രംഗത്തെത്തി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മതധ്രുവീകരണത്തിന് ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. വെള്ളാപ്പള്ളി തുടക്കമിട്ടത് ബാലനിലൂടെ സജി ചെറിയാനിൽ എത്തി നിൽക്കുകയാണെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ പറഞ്ഞു. മലപ്പുറം, കാസർഗോഡ് ജില്ലയിലൊക്കെ വിജയിച്ചു വന്നവരുടെ പേര് നോക്കൂ എന്നാണ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചില ന്യായീകരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇത് കേവല രാഷ്ട്രീയമായ വിമർശനങ്ങളെക്കാളപ്പുറം നമ്മുടെ നാടിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് ഭീഷണി ഉയർത്തുന്ന, അതോടൊപ്പം സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള ഒരു പരാമർശം. ഭരണഘടന വകവെച്ച് നൽകുന്ന സാമൂഹ്യ നീതിക്കെതിരാണ് ഇന്ന് മന്ത്രി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശം. വെള്ളാപ്പള്ളി നടേശനാണ് ഇത്തരം പരാമർശങ്ങളോട് തുടക്കം കുറിച്ചത്. പിന്നീട് ആ ഭാഷയിൽ AK ബാലൻ സംസാരിച്ചു. ഇപ്പോൾ മന്ത്രി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല. NSS SNDP ഐക്യമുയർത്തുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ CPM. പാർട്ടി ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാട് മുൻപെങ്ങുമില്ലാത്ത വിധം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അതുണ്ടാക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് CPM ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഐക്യത്തെ പുറമേക്ക് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും നീക്കത്തിൽ കോൺഗ്രസിനും ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ CPM-ഉം ഇടതുമുന്നണിയും നീക്കം നടത്തിയത്. അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. വീണ്ടും ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യപ്പെട്ടുള്ള ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടായതുമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഹൈന്ദവ വോട്ടുകൾ പരമാവധി മുന്നണിയിലേക്ക് വന്നേ മതിയാകൂ. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെടുന്നതെന്ന് CPM തിരിച്ചറിഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസം SNDP NSS നേതാക്കളുടെ ഐക്യ ആഹ്വാനം, NSS SNDP ഐക്യ ആഹ്വാനം അതിനുള്ള ഒരു വഴിയായി CPM കാണുകയാണ്. വലിയ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ വലിയ താല്പര്യത്തോടു കൂടി അതിനെ പരസ്യമായി സ്വീകരിക്കുന്നെങ്കിലും അതുവഴി ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടം വോട്ട് തന്നെയാണ് CPM-ന്റെ ലക്ഷ്യം. മതേതര പാർട്ടിയാണ് CPM, എപ്പോഴും മതേതരത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഹൈന്ദവ ഐക്യം, പ്രത്യേകിച്ചും ഹൈന്ദവ സമുദായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക ശക്തികളുടെ ഐക്യം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് CPM ഉള്ളത്. അതുകൊണ്ടാണ് അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വരും, ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന ഒരു പ്രതികരണത്തിൽ മാത്രം CPM കാര്യങ്ങൾ നിർത്തുന്നത്. MV ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കളുടെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു ഐക്യം ശരിയാണോ? ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ.
ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ടും വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങൾ CPM-ന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് CPM എത്തിയത്. പൂർണ്ണമായും സജി ചെറിയാൻ തള്ളിപ്പറയുമ്പോഴും ഇതുവഴി ലഭിക്കാവുന്ന രാഷ്ട്രീയ നേട്ടം വോട്ട് CPM വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ UDF-ഉമായി അടുക്കുന്നു, ഇടതുമുന്നണിയിൽ നിന്ന് കൂടുതൽ അകലുന്നു. അപ്പോൾ തീർച്ചയായും ഇത്തരമൊരു ഐക്യനീക്കത്തിന്റെ ഗുണഭോക്താക്കൾ തങ്ങൾ തന്നെയായിരിക്കുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. അവിടെ തന്നെ BJP-യിലേക്ക് വോട്ടുകൾ പോകാതിരിക്കാനുള്ള കരുതലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ വളരെ സംയമനത്തോടുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളിൽ നടത്തുന്നത്. കാരണം അതിന് അപകടം കൂടി അവർ തിരിച്ചറിയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത വിമർശനമാണ് രണ്ട് സാമുദായിക നേതാക്കളും ഉന്നയിച്ചത്. അത് പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രമുള്ള വിമർശനമോ തിരിച്ചടിയായി മാറില്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. പകരം അത് മുന്നണിയെ UDF-നെ ബാധിക്കാവുന്ന വിഷയമായി മാറുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഈ നേതാക്കളെ തള്ളിപ്പറയാതെ എന്നാൽ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താതെയുള്ള കോൺഗ്രസിന്റെ ഒരു അടവ് നയം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSS-ന്റെ SNDP-യുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു നീക്കത്തിന്റെ കൂടുതൽ വ്യക്തത വരും. ആർക്ക് ഗുണം ചെയ്യുന്ന നീക്കമായി ഇത് മാറുമെന്ന് കണ്ടറിയണം. ഏതായാലും ന്യൂനപക്ഷങ്ങളെ അകറ്റാതിരിക്കാനും അവരെ ചേർത്ത് നിർത്താനും ശ്രമിക്കുമ്പോൾ തന്നെ ഈ ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ BJP-യിലേക്കും കോൺഗ്രസിലേക്കും അത് വിഭജിച്ചു പോകുന്നതിന് പകരം അതിന്റെ ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷ ഐക്യത്തിന്റെ, അതായത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം, അത് തികച്ചും ഒരു ഹിന്ദു ഐക്യം മാത്രമായിട്ടല്ല, ക്രൈസ്തവ വിഭാഗത്തിലെ വോട്ട് കൂടി CPM ലക്ഷ്യമിടുന്നുണ്ട്. അത്തരമൊരു ഐക്യ നീക്കം വരുമ്പോൾ അത് പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെതിരെ വർഗീയത ആരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധ നീക്കം CPM നടത്തുന്ന ആരോപിച്ചുകൊണ്ട് കോൺഗ്രസും അതിന്റെ പരമാവധി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് സാധ്യത. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ വിമർശനം ആയുധമാക്കാൻ കോൺഗ്രസിൽ തന്നെ നീക്കമുണ്ടായോ? UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന സതീശന് നേർക്ക് ഈ ആരോപണത്തെ തിരിച്ചുവിടാൻ നീക്കമുണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ ചില നേതാക്കൾ പുലർത്തിയ മൗനവും ചില നേതാക്കൾ നടത്തിയ പ്രതികരണവും. G. സുകുമാരൻ നായർ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയതോടെ ഇത്തരമൊരു നീക്കം നടന്നുവെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. സമുദായ നേതാക്കളുമായി പൊതുവിൽ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ VD സതീശൻ തുടക്കം മുതൽ വ്യത്യസ്തനാണ്. മറ്റു നേതാക്കളിൽ നിന്ന് വിഭിന്നമായി സമുദായ നേതാക്കളെ തള്ളിപ്പറയാൻ സതീശൻ നിലപാട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ സുകുമാരൻ നായർ VD സതീശൻ്റെ കഴിഞ്ഞകാല ഇടപാടുകളടക്കം കൃത്യമായി അണിനിരത്തിക്കൊണ്ട് ശക്തമായ നീക്കമാണ് നടത്തിയത്. ഇതോടുകൂടി VD സതീശനെതിരെ NSS എന്ന തരത്തിലേക്കാണ് വാർത്തകൾ വന്നത്. ഇത് ബോധപൂർവമായി ഇത്തരമൊരു നീക്കം നടത്താൻ കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ശ്രമമുണ്ടായി എന്ന തരത്തിൽ കൂടി അഭ്യൂഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് പുറത്തു വന്ന പല നേതാക്കളുടെ പ്രതികരണവും വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. G. സുകുമാരൻ നായർ VD സതീശനെ കടന്നാക്രമിക്കുമ്പോഴും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളോട് മൃദു സമീപനം സൂക്ഷിച്ചത് ഒരാളെ പിന്തുണച്ച് മറ്റൊരാളെ തള്ളിപ്പറയുക എന്ന തന്ത്രത്തിന്റെ ഭാഗം കൂടിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. നേതാക്കളിൽ ചിലർ ഇക്കാര്യത്തിൽ പുലർത്തിയ മൗനവും ചിലരുടെ പ്രതികരണവും പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം നീക്കം നടന്നു എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. അല്ല, അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പാടില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. UDF-ന് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്നത് ഉറപ്പാണ്. VD സതീശനാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ. അങ്ങനെയെങ്കിൽ NSS-ന്റെ വിമർശനങ്ങൾ VD സതീശനെതിരെ വഴിതിരിച്ചുവിടാനുള്ള നീക്കം ഇതിൻ്റെ കൂടെ ഭാഗമായിരുന്നു എന്ന വ്യാഖ്യാനം കൂടിയാണ് പുറത്തു വരുന്നത്. വിവാദങ്ങൾ ഈ തരത്തിലേക്ക് കടന്നതോടെയാണ് NSS ജനറൽ സെക്രട്ടറിക്ക് പുതിയ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നത്. അതായത് താൻ പൂർണ്ണമായും VD സതീശനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, മറ്റേതെങ്കിലും നേതാക്കൾക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്നും നിലപാടെടുക്കുന്നു. ഇതോടെ രമേശ് ചെന്നിത്തലയുടെ വാദങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടിയാവുന്നത്. ഫലത്തിൽ NSS-ന്റെ വിമർശനങ്ങൾ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഇടം നൽകി എന്നതാണ് വാസ്തവം.
മത സാമുദായിക വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് കേരളത്തിന്റെ സവിശേഷതയെന്ന് രാഹുൽ ഗാന്ധി. സാംസ്കാരിക നിശബ്ദത രാജ്യമാകെ പടരുന്നു. കേരളത്തെ നിശബ്ദമാക്കാനാവില്ലെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടുത്തണം. കേരളത്തിന് വേണ്ടത് എന്തോ അത് നൽകാനുള്ള കാഴ്ചപ്പാടും കരുത്തും കോൺഗ്രസിനും UDFനും ഉണ്ടെന്ന് കൊച്ചിയിൽ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. I can tell you with 100% certainty that nobody can silence the voice of the people of Kerala. And this election, this coming election and the local body election will demonstrate that the people of Kerala's voice is loud and clear. We had many meetings where senior leaders came to Delhi. And in those meetings, different people had different opinions. And I was very clear. In both those meetings, I said that the UDF is going to win the Panchayat elections and the Vidhan Sabha elections. But to me, there is a bigger question. What is the UDF and the Congress party going to do once they win the election? This is the question in front of the leaders of the UDF and the Kerala Congress. There is a huge unemployment problem in this state. The UDF and the Congress party have to provide a vision for Kerala which addresses this unemployment problem. And I am confident that the leadership on this stage has the ability to understand what the people of Kerala want and deliver what the people of Kerala need. For any government to succeed, the leadership needs to be accessible to the people. The leadership has to merge with the people. And I'm confident that the leadership of both the UDF and the Congress party is going to be humble, is going to merge with the people of Kerala, and is going to truly become an expression of the voice of people of Kerala. കോൺഗ്രസിന്റെ മഹാപഞ്ചായത്തിൽ പൈലറ്റ് പ്രാസംഗികനാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പ്രസംഗിക്കാൻ അവസരം നിഷേധിച്ചു. ദീപാദാസ് മുൻഷിയോട് അതൃപ്തി വ്യക്തമാക്കിയ തരൂർ രാഹുൽ ഗാന്ധി മടങ്ങും മുൻപ് തന്നെ വേദി വിട്ടിറങ്ങി. കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിനിടെയാണ് ശശി തരൂർ വേദി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പൈലറ്റ് പ്രസംഗകനാക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും ശശി തരൂരിന്റെ പരാതി. അതുമാത്രമല്ല, ഈ വേദിയിലിരുന്ന മറ്റു മുതിർന്ന KPCC നേതാക്കളെയെല്ലാം ആശംസിച്ചപ്പോഴും സ്വാഗതം ചെയ്തപ്പോഴും ഒന്നും തന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് ശശി തരൂരിന്റെ പ്രധാന പരാതി. ഈ KPCC സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി എത്തുന്ന സാഹചര്യത്തിൽ തനിക്ക് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ച് സംസാരിക്കാനുള്ള അവസരം തന്നില്ല എന്നുള്ളതാണ് ശശി തരൂരിന്റെ പ്രധാന പരാതി. ഇത് ദീപദാസ് മുൻഷിയുമായും KC വേണുഗോപാലിനോടും അദ്ദേഹം പരാതി പറഞ്ഞിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി വേദി വിട്ടിറങ്ങുന്നതിന് മുൻപ് തന്നെ തരൂർ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരിപാടി കഴിയുന്നതിന് മുൻപ് തന്നെ ശശി തരൂർ വേദി വിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുമായി തരൂരിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം 100% പാർട്ടിക്കാരനല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തല പോലും പ്രതികരിച്ചത്. അങ്ങനെയാണ്. ആ പ്രശ്നങ്ങളില്ല എന്ന് KPCC നേതൃത്വം വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് തരൂർ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ച് തന്നെ അവഗണിച്ചു എന്നുള്ള പരാതി ഉന്നയിച്ച് വേദി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ കുടുംബം. ദീപകിന് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക് തെറ്റ് ചെയ്തിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരിച്ചതിനു പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും കുടുംബം ആരോപിക്കുന്നു. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവതിക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. നേരത്തെ തന്നെ കുടുംബം അത് വ്യക്തമാക്കിയിരുന്നു. ആ സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടി മാത്രം കെട്ടിച്ചമച്ച ഒരു വീഡിയോ ആണെന്ന നിലപാടിലാണ് കുടുംബം ഉള്ളത്. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാവുമെന്നും അവർ പറയുന്നു. ഒരുപക്ഷെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് നീങ്ങുകയും അന്വേഷണ ഏജൻസികളടക്കം ഏൽപ്പിക്കുകയുമാണ് യുവതി ചെയ്യേണ്ടത്. മറുവശത്ത് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ കൂടുതൽ
ഫോളോവേഴ്സിനെ നേടുക, കൂടുതൽ ലാഭം സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും പറയുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും വീഡിയോ പ്രചരിപ്പിച്ചതിനും അടക്കം കേസെടുക്കണമെന്ന ആവശ്യത്തിലാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. പരാതിയായിട്ട് കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് അത് എല്ലാത്തിനും ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ മോൻ പോയിരിക്കുന്നു. അതിൻ്റെ എല്ലാ നടപടികളും അവരെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ വെറുതെ ആ പെണ്ണിനെ വിടാൻ പറ്റില്ല. അത് നല്ല ശിക്ഷ കൊടുക്കുമ്പോഴാണ് അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. അത് ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. രാവിലെ തന്നെ അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്. അവരിൽ നിന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പരാതി എഴുതി വാങ്ങിയിട്ട് അച്ഛൻ്റെ അമ്മേനെ കൊണ്ട് ഒപ്പ് ഇടിപ്പിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. അത് വേണ്ട രീതിയിൽ അത് ഞങ്ങൾ എല്ലായിടത്തും എത്തിക്കാനുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ പരാതിക്കപ്പുറം പുറത്തുനിന്നും ധാരാളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. മെൻസ് കമ്മീഷൻ എന്ന ആവശ്യവുമായി നിരന്തരമായി സമരമുഖത്തുള്ള അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളൊക്കെ നടത്തിവരുന്ന രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ യുവതിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. യുവമോർച്ച അടക്കമുള്ളവർ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. സമൂഹ മാധ്യമങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർന്നിട്ടുണ്ട്. യുവതി റീച്ചിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്ന ആരോപണമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. മറുവശത്ത് ആ കുട്ടിക്കെതിരായ കൃത്യമായ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന നിലപാട് ആണ് ഉണ്ടായതെന്നും അവർ വ്യക്തമാകുന്നു. എന്തായാലും ഇരുവശവും രണ്ട് ഭാഗവും പറഞ്ഞാണ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമായത്. കണ്ണൂർ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ചാണ് ഈ യുവാവ് തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറഞ്ഞ് വീഡിയോ ചിത്രീകരിക്കുകയും അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് 20 ലക്ഷത്തിലധികം ആളുകളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ വീഡിയോ കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്ത്. ഇതിന് പിന്നാലെ മറ്റൊരു വിശദീകരണ വീഡിയോ യുവതി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ആദ്യം ഇറക്കിയ ഈ വീഡിയോ ദീപക് കണ്ടിരുന്നു. രണ്ടാമതിറക്കിയ ആ വീഡിയോയെക്കുറിച്ച് സുഹൃത്താണ് ദീപകിനോട് പറയുകയും അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം രാവിലെ ഇക്കാര്യം വളരെ വിശദമായി സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്യാമെന്ന് സുഹൃത്ത് പറയുകയും ചെയ്തു. എന്നാൽ രാത്രി ഈ രണ്ട് വീഡിയോകൾക്കും ലഭിക്കുന്ന ജനസമ്മതിയും ഒപ്പം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മോശം പ്രതികരണവും വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കാണ് ദീപകിനെ തള്ളിയിട്ടത്. ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച പുലർച്ചയോടുകൂടി വീട്ടിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ ദീപകിനെ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഈ യുവതിയെ പ്രതി ചേർക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും തെളിവുകളടക്കം പരിശോധിച്ച്, അതായത് ബസ്സിലെ ജീവനക്കാരോടും ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരോടും അടക്കം വിവരങ്ങൾ ആരാഞ്ഞ് ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമാവും ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സംശയം പങ്കുവച്ച് ഹൈക്കോടതി. സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പുപാളികൾ സ്ഥാപിച്ചു എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. VSSCയിൽ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ ഗുരുതരമെന്നും കോടതി പറയുന്നു. അത് ആസൂത്രിത നീക്കമാണ് എന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശമുണ്ടായി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവില്ലേ? തീർച്ചയായിട്ടും ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ എടുത്തിട്ടുള്ളത് 202 പേരുടെ മൊഴിയാണ്. അതല്ല, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യണം, കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കണം, കൂടുതൽ ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതി ഇന്ന് നിരീക്ഷിച്ചത്. ശേഷം കോടതി വ്യക്തമാക്കിയത് അങ്ങനെയാണ്. VSSC നൽകിയിരിക്കുന്ന ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണപ്പാളി മാറ്റിയെന്നുള്ള ഗുരുതരമായ സംശയമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഗുരുതരമായ കുറ്റമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇത്ര വലിയ ഒരു ആരോപണമാണ് ഇത്ര വലിയൊരു സംശയമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ VSSCയുടെ പരിശോധനാ ഫലവും അനുസരിച്ചിട്ട്, അതായത് ആ ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിക്കൽ, മെർക്കുറി തുടങ്ങിയവയുടെ വേരിയേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VSSCയിലെ ഉദ്യോഗസ്ഥരുടെ, ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയെടുക്കണം എന്ന് കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് സ്വർണ്ണപ്പാളി മാറ്റിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം. അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട നാളെ തന്നെ SIT ഉദ്യോഗസ്ഥർ വീണ്ടും ശബരിമലയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും അതുപോലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുമാണ് ഇന്ന് SIT കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ 5ാമത്തെ തവണയാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനിയും 4 ആഴ്ച കൂടി സമയമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കോടതി. അതേസമയം തന്നെ ഈ VSSCയുടെ റിപ്പോർട്ടിന്റെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ADGP H. വെങ്കടേഷ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത്. കോടതിയെ സംബന്ധിച്ചിട്ട് കോടതി പറയുന്നത് കൃത്യമായി പറയുമ്പോൾ ഇതിലെ സാങ്കേതിക വശങ്ങളും സാങ്കേതിക വിവരങ്ങളും പുറത്തുവിടാൻ കഴിയില്ല. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ നിലവിൽ പുറത്തുവിടാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ്. അത് വളരെ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് A. രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ്, ദേവസ്വം ബെഞ്ചാണ് ഇന്ത്യതാണ് ഉത്തരവ്. എന്തായാലും ഈ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കൂടി പുറത്തു വന്നപ്പോൾ ഗുരുതരമായ ഇടപെടലുകളാണ്, ഗുരുതരമായ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഇന്ന് സമർപ്പിച്ച സാഹചര്യത്തിൽ അതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കായി SIT ഉദ്യോഗസ്ഥർ നാളെ തന്നെ ശബരിമലയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ നിർണായകമായിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 22 അറസ്റ്റുകൾ, അതായത് 11 പേരുടെ 22 അറസ്റ്റുകളാണ് ഇപ്പോൾ ഇതുവരെ ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയിൽ ആ കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം കണ്ടെത്തിയതുമായ വിവരങ്ങളും കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള അന്വേഷണം എത്രത്തോളം എത്തി എന്നുള്ളതും ഇനി ഏത് ദിശയിലേക്ക് പോകണമെന്നുള്ള കാര്യവുമായിരുന്നു ഇന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അതായത് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുള്ള സാഹചര്യമില്ല. എന്നിരുന്നാലും VSSC ഉദ്യോഗസ്ഥരുമായി കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അവരുടെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയെടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. നടന്നിരിക്കുന്നത് വലിയ കൊള്ളയാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. അതായത് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 74 പവൻ സ്വർണ്ണമല്ല ശബരിമലയിൽ നിന്നും പോയിട്ടുള്ളത്, കൊള്ള നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. മാത്രമല്ല 98-ൽ ഉള്ള കണക്കനുസരിച്ചിട്ട് വിജയമല്യയുടെ UB ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന സ്വർണത്തിന്റെ കണക്കും പിന്നീടുള്ള കണക്കും തമ്മിലുള്ള വ്യത്യാസവും പിന്നീട് കൊണ്ടുവന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നിട്ടുള്ള സ്വർണ്ണപ്പാളിയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വലിയ വീഴ്ചയാണ് അല്ലെങ്കിൽ വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ സാങ്കേതിക വിവരങ്ങൾ പുറത്തുവിടാൻ തൽക്കാലം കോടതി തയ്യാറല്ല. അത് പുറത്തുവിടരുത് എന്നുള്ള നിർദ്ദേശമാണ് SIT ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോടതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ, ഒരുപക്ഷെ അവരെ കൂടി സാക്ഷി പട്ടികയിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള നീക്കം അങ്ങനെ ഉണ്ടാവുമോ ആജ്ഞ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണപ്പാളി മാറ്റിയിട്ടുണ്ട് എന്നുള്ള സംശയമാണ് പ്രധാനമായും കോടതി ഉന്നയിക്കുന്നത്. ഇതിൽ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ, അതായത് രാസമാറ്റമുണ്ടാക്കുന്ന സബ്സ്റ്റൻസിൻ്റെ സാമീപ്യമാണ്. അതായത് നിക്കൽ, മെർക്കുറി തുടങ്ങിയ ഈ മൂലകങ്ങളുടെ മാറ്റമാണ് അത് കോടതി പ്രധാനമായും നിരീക്ഷിച്ചതും അതിലാണ് വ്യക്തത വന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള അവഗാഹമുള്ള ആളുകളുടെ ഒരു ഗൈഡൻസ് വേണം ഈ വിഷയത്തിൽ. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ VSSCയിലെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിൽ തന്നെ മൊഴിയെടുക്കണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾക്കായി SIT സംഘം ശബരിമലയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഈ VSSC ഉദ്യോഗസ്ഥരുടെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം തയ്യാറാക്കിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയെടുക്കണം. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും, അവരെ കൂടി സാക്ഷികളാക്കിയ ശേഷമായിരിക്കും. നിലവിൽ 202 സാക്ഷികളാണ് കേസുമായി ബന്ധപ്പെട്ടുള്ളത്.
അവരെ കൂടി സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ഒരു പക്ഷേ കേസിൻ്റെ മുന്നോട്ട് പോക്കുണ്ടാവുക. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. എന്നിരുന്നാലും ഈ സാങ്കേതികമായി ഇതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അത് ഗോപ്യമായി ഇരിക്കണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരം സാഹചര്യത്തിൽ ഈ കൂടുതൽ അന്വേഷണം SIT സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് വ്യക്തമാക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ VSSC ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും ഇനിയും ശബരിമലയിലുള്ള പരിശോധനകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ. ശരി, VSSCയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ VSSCയിൽ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ ഗുരുതരമാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇതൊരു ആസൂത്രിത നീക്കമാണ് എന്ന് ഹൈക്കോടതി സംശയിക്കുന്നു. ആശങ്കകളുണ്ട്. അത് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ അത്തരം ആശങ്കകളുണ്ട്. എന്നാൽ അതേസമയം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ല. ഇനി VSSCയിൽ ഈ പരിശോധന നടത്തിയ വിദഗ്ധരുടെ മൊഴി രേഖപ്പെടുത്തണം എന്നതാണ് കോടതി എടുത്തിട്ടുള്ള നിലപാട്. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ശാസ്ത്രീയമായ പരിശോധനയുടെ വിശദമായ വിവരങ്ങൾ തൽക്കാലം പുറത്തുവിടില്ല എന്നും കോടതി നിലപാടെടുത്തിരിക്കുന്നു. SITക്കും ഇക്കാര്യത്തിൽ കോടതി പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആസൂത്രിത നീക്കത്തിലൂടെയാണോ ഇവിടെ ഈ ഇത്രയും നാൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ സ്വർണ്ണപ്പാളി എങ്ങനെയാണ് ചെമ്പുപാളിയായത് എന്നതാണ്. അതിനു പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ടോ? ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കോടതിയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി നൽകിയത്. പിണറായി വിജയന്റെ നാട്ടിൽ ജീവിക്കുന്നതിൽ ലജ്ജ തോന്നുന്നുവെന്ന് കെ സുധാകരൻ. അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയിട്ട് എന്ത് നടപടിയുണ്ടായി? ശരിയായ അന്വേഷണം നടന്നാൽ CPM നേതാക്കന്മാർ കൈവിലങ്ങുമായി അകത്തുപോകുമെന്നും സുധാകരൻ പറഞ്ഞു. ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നാട് ഇന്നിപ്പോ എവിടെയാ ഉള്ളത്? നമ്മളൊക്കെ ഇന്നലെ വരെ കേട്ടുകേൾവിയില്ലാത്ത ശബരിമല അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയി. എത്ര കോടിയുടെ സ്വർണം? ഒരു തെളിവ് കിട്ടിയോ? ഒരു രേഖ കിട്ടിയോ? ഒരു നേരിയ തെളിവ് കിട്ടിയോ? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല? കോടാനുകോടി രൂപയുടെ സ്വർണം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ സർക്കാരിന് ഈ നാട് ഭരിക്കാൻ എന്തവകാശമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരുടെ കൈകൾക്കാണ് വിലങ്ങ് വെക്കേണ്ടി വരിക എന്ന് CPM-അറിയാം. ആദ്യം പിടിച്ച 2 പേർ ജയിലിൽ കിടക്കുന്നവർ, അവർ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത 2 സന്നദ്ധ സഹചാരിയാണ്. തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് CPM-ന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അറിയാം. എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ? അന്വേഷണം നിർത്തിയില്ലേ? അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട്, ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ? സ്വർണം കിട്ടാത്ത ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട്, അതിന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ. ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അതേസമയം ശരണ്യയുടെ സുഹൃത്ത് 2ാം പ്രതി നിതിനെ കോടതി വെറുതെ വിട്ടു. ഈ പറയുന്ന കേസിൽ 2ാം പ്രതിയെ നിരപരാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 1ാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത്, അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ.
ഇടവേള. തിരുനാവായ മാഘമഹോത്സവത്തിലേക്കുള്ള ശ്രീചക്രം വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് തമിഴ്നാട്ടിൽ വിലക്ക്. പുതുമൽപേട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും തിരുനാവായ വരെയായിരുന്നു രഥഘോഷയാത്ര ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ തിരക്കേറിയ റോഡിൽ യാത്രകൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തമിഴ്നാട് പോലീസ് അനുവാദം നിഷേധിച്ചത്. യാത്ര നിശ്ചയിച്ച സമയത്ത് കേരള അതിർത്തിയിൽ നിന്ന് തന്നെ ആരംഭിക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. രാവിലെ മേരുപൂജ ചെയ്ത് മറ്റുള്ള സ്വീകരണങ്ങളെല്ലാം ഈ പല ആശ്രമങ്ങളിലും മറ്റുള്ള സ്വീകരണങ്ങളും എല്ലാം ഒഴിവാക്കി നേരെ പാലക്കാട്ടേക്ക് പ്രവേശിച്ച് മുൻ നിശ്ചയിച്ച പ്രകാരം പാലക്കാട് നിന്നുള്ള സ്വീകരണ പരിപാടികൾ തുടർന്ന് 22-ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേരുന്ന വിധത്തിൽ രഥയാത്ര പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച് പൊള്ളാച്ചിയിലൂടെ വാളയാറെത്തി കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്ന രഥയാത്രയാണിപ്പോൾ തമിഴ്നാട് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഈ യാത്ര കടന്നു പോകുന്ന വഴിയിലെ യാത്രികർക്ക്, മറ്റ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ തടസ്സമാകും ഈ ഒരു രഥയാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇതിന് നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നെന്നും എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും നിഷേധാത്മക സമീപനമാണ് ഉണ്ടാകുന്നതെന്നും സംഘാടകർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇനി രഥയാത്ര കേരള അതിർത്തിയിൽ നിന്ന് നിശ്ചയിച്ച ദിവസം മുതലേ തുടങ്ങുകയുള്ളൂ എന്ന് സംഘാടക സമിതി അറിയിച്ചു. 22-ന് ഇവിടെ തിരുനാവായിൽ രഥഘോഷയാത്ര എത്തിച്ചേരുകയും ചെയ്യും. സാധാരണ എല്ലാവരും സഹകരിക്കുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെന്നും ഈ ഒരു സംഘാടക സമിതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ തിരുനാവായിലെ ഇതിൻ്റെ വേദി സജ്ജമാക്കുന്നതിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയ വിഷയവും അതുപോലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഘോഷയാത്ര തടഞ്ഞ വിഷയമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് സംഘാടക സമിതി ഇത്തരം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സാമുദായികമായിട്ട് വലിയ ഐക്യം നിലനിൽക്കുന്ന സ്ഥലമാണെന്നും എല്ലാ സമുദായക്കാരും ഇതുമായി സഹകരിക്കുന്നുണ്ടെന്നും അവർ നല്ല രീതിയിൽ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും സർക്കാരിനാണ് പ്രശ്നം, ജനങ്ങൾ നല്ല സഹകരണം നൽകുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഇത് തമിഴ്നാട്ടിലെ അധീശങ്ങളാണ്, അതായത് ആശ്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനാൽ കൂടുതൽ കാര്യങ്ങൾ ഇനി ഇതിൽ പറയാനില്ല എന്നൊരു നിലപാടിലാണ് സംഘാടകരുള്ളത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തു നിന്നും ഈ ശ്രീചക്രം പൂജിച്ച് ഈ രഥത്തിൽ അത് വിവിധ ഇടങ്ങളിൽ അതിൻ്റെ ദർശനം നൽകിയും അതിൻ്റെ ചടങ്ങ് സംഘടിപ്പിച്ചും 22-ാം തീയതി കേരളത്തിലെത്തുന്ന രീതിയിലായിരുന്നു മുൻപത്തെ പ്ലാൻ. പക്ഷേ ഇതനുസരിച്ച് ഉള്ള രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ നിശ്ചയിച്ച പോലെ കേരളത്തിലെ ഘോഷയാത്ര നിശ്ചയിച്ച സമയക്രമത്തിൽ തന്നെ പൂർത്തിയാക്കി ഇവിടേക്ക് 22-ാം തീയതി എത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംഘാടകർ. CB അനുമോദ്, ന്യൂസ് 18. തിരുനാവായിൽ മാഘമഹോത്സവത്തിന്റെ ഭാഗമായുള്ള നിള ആരതിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. കാശിയിൽ ഗംഗ ആരതി നിർവഹിക്കുന്ന പണ്ഡിറ്റുമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിള ആരതി നടക്കുകയാണ്. CB അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നിളാതീരം ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് വേദിയാകുന്നത്. ഈ മാഘമഹോത്സവത്തിന്റെ ഭാഗമായി നിള ആരതി അരങ്ങേറുമ്പോൾ അത് ഗംഗാ ആരതി നിർവഹിക്കുന്നവർ തന്നെ വന്ന് ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? 250 വർഷങ്ങൾക്ക് മുൻപാണ്. ഇതിനു മുൻപ് ഭാരതപ്പുഴയിൽ ഇതുപോലെ ഒരു മാഘമഹം നടന്നത്, അല്ലെങ്കിൽ ഒരു കുംഭമേളയ്ക്ക് സമാനമായ രീതിയിലൊരു മാഘമഹോത്സവം നടന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരത് നിരോധിക്കുകയും തുടർന്ന് ഇത് ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറുകയും 10 വർഷം മുമ്പാണ് അതിനുശേഷം ചെറിയ തോതിലെങ്കിലും ഈ ഒരു സമയത്ത് നിളയെ ആദരിക്കുന്ന, നിളയെ പൂജിക്കുന്ന തരത്തിലുള്ള ഒരു ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇത്തവണയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട്, സമകാലിക ചരിത്രത്തിൽ ആദ്യമായിട്ട് മാഘമഹോത്സവം ഒരു കുംഭമേളയ്ക്ക് സമാനമായ തരത്തിൽ വലിയ ഒരു ആഘോഷമായിട്ട് സംഘടിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ്. ഇവിടെ ഓരോ ഘട്ടത്തിലും നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു നാടിന് പരിചിതമല്ലാത്ത രീതിയിലുള്ള സന്യാസിവര്യരുടെയും അതുപോലെ ആ ഒരു പരമ്പരയിൽപ്പെട്ട വിവിധ വിഭാഗക്കാരുടെയും വിവിധ സംഘങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും ചടങ്ങുകളും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് പുതുമയുള്ള കാഴ്ചകൾ കൂടിയാണ് എന്നതാണ് ഇതിൽ പ്രധാനം. ഹൈന്ദവ വിശ്വാസപ്രകാരം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചടങ്ങുകൾ അതിനപ്പുറം ഇതിനൊരു ദൃശ്യ വ്യത്യസ്തത എന്നുള്ളത് കൂടി ഈ പ്രധാനമാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്
നിള ആരതിയാണ്. നമ്മൾ പലപ്പോഴും കാശിയിലെ വാരണാസിയിലേക്ക് ഈ ഗംഗയോടുള്ള ആരതി നമ്മൾ കണ്ടിട്ടുണ്ട്. താളഘോഷങ്ങളോടെ കൃത്യമായ ചടുലമായ ഒരു താളത്തിൽ ഒരു വേഗത്തിൽ വലിയ ആരതികൾ നിളയെ പൂജിക്കുന്ന തരത്തിൽ ഒഴിയുന്നത് കണ്ടിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നിളയിലേക്ക് നമ്മൾ കാണാൻ പോകുന്നത്. നിളയിൽ ഈ ഒരു ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ഈ കാശിയിൽ ഈ ചടങ്ങുകൾ നടക്കുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഭാരതത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള സന്യാസി വര്യരും വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവരൊക്കെ ഈ ഒരു ദിവസം ഇവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആധ്യാത്മിക തീർത്ഥാടന തലസ്ഥാന കേന്ദ്രമായിട്ട് ഭാരതപ്പുഴയും തിരുനാവായൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിളയുടെ ഒരു ഐതിഹ്യം, അതിന്റെ പിന്നിലെ മിത്ത്, ചരിത്രം, ഇവയെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തുകൊണ്ട് തിരുനാവായ ഈ ഒരു വിശുദ്ധ കർമ്മത്തിന്, പുണ്യ കർമ്മത്തിന് വേദിയാകുന്നു എന്നുള്ളതിന്റെ ഉത്തരം എന്താണ്? ഇത് വിശ്വാസികളെ സംബന്ധിച്ച് ത്രിമൂർത്തി സംഗമസ്ഥാനമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സംഗമസ്ഥാനമായിട്ടാണ് തിരുനാവായെ കാണുന്നത്. ഇതിന്റെ ഉത്ഭവം തന്നെ കേരളത്തിന്റെ ഉത്ഭവവുമായി വരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസികളും ഐതിഹ്യമൊക്കെ പറയുന്നത്. ആ പരശുരാമന്റെ ബ്രഹ്മഹത്യാ പാപം തീർക്കുവാനായിട്ട്, ക്ഷത്രിയരെ നിഗ്രഹിച്ച ശേഷം അതിന്റെ പാപം തീർക്കുവാനായി പരശുരാമൻ യാഗം നടത്തുവാൻ വിവിധ ഇടങ്ങളിൽ പോവുകയും അതൊന്നും സാധിക്കാതെ വരികയും തുടർന്ന് ഇവിടെ ഈ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ മഴു വലിച്ചെറിഞ്ഞ ശേഷമാണ് ഈ കേരളം ഉയർന്നു വരികയും ആ ഭൂമിയിൽ ഏറ്റവും ഉചിതമായ സ്ഥലത്ത് യാഗം നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ബ്രഹ്മാവ് ഈ ഒരു ഭൂമിയിലെത്തി താപസനൂർ എന്ന പേരിലുള്ള തവനൂരിലും തിരുനാവായിക്കും ഇടയിലെത്തി ഇവിടെ യാഗം നടത്തുകയും ആ യാഗഭൂമിയിലേക്ക് നദികൾ, വിശുദ്ധ നദികളൊക്കെ ഒഴുകിയെത്തുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭാരതപ്പുഴ ഒഴുകിയതും എന്ന തരത്തിലൊക്കെയാണ് ഐതിഹ്യവും വിശ്വാസമൊക്കെ. അപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ അത്രയേറെ പ്രാധാന്യത്തോടെ ഭാരതത്തിന്റെ പേരിലുള്ള ഒരേ ഒരു പുഴ ഭാരതപ്പുഴ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലും ഭാരതത്തിന്റെ ചരിത്രത്തുമായിട്ടും ഒക്കെ അഭേദ്യമായ ബന്ധവും അവിടെയൊക്കെ തന്നെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനമുള്ള പുഴയായിട്ട് നമ്മൾ ഭാരതപ്പുഴയെ കണക്കാക്കുന്നത്. ആ പുഴയെ ആദരിച്ചുകൊണ്ട്, ആ പുഴയെ വന്ദിച്ചുകൊണ്ട്, ആ പ്രകൃതിയുടെ ദൈവീക സ്രോതസ്സായിട്ട് ഈ പുഴയെ കണ്ടു വണങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിള ആരതി എന്ന് വേണം പറയുവാൻ. അങ്ങനെയാണ് ഈ നിള ആരതിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നതും. ഇത് നമുക്ക് അത്ര പരിചിതമല്ലാത്ത കാഴ്ചകളാണെങ്കിൽ പോലും വിശ്വാസികളെ സംബന്ധിച്ച് കാശിയിലും അതുപോലെ ഗംഗയുടെ ഒഴുകുന്ന ഇടങ്ങളിലൊക്കെ അവർ ഈ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അവർ ഈ ഒരു ആഘോഷത്തിന്റെ അല്ലെങ്കിൽ ആചാരത്തിന്റെ, ആദരവിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട, അത്രയും വിശുദ്ധമായ, അത്രയും പുണ്യപരിപാവനമായ ഒരു നദിയായിട്ട് ഭാരതപ്പുഴയെ ഈ ദിവസങ്ങളിൽ നമ്മൾ ആദരിക്കുകയാണ്, അതിന്റെ വിശുദ്ധി വിളിച്ചോടുകയാണ് എന്നാണ് സംഘാടകർ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് വീണ ഈ ഒരു നിലയോരത്ത് ഇതുപോലെ ഒരു ഭക്തി പരിപാവനമായിട്ടുള്ള ഒരു നിമിഷം ഒരു പക്ഷേ അടുത്ത കാലത്ത് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് വേണം പറയാൻ. മുൻപൊക്കെ ചെറിയ തോതിൽ ഈ ഒരു നിളാരതി ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് ചെറിയ ദീപങ്ങൾ ഒഴിഞ്ഞ് അത് നിളയിൽ ഒഴുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും വലിയ ഒരു പശ്ചാത്തലത്തിൽ ഒരു നിളാരതി പൂജയും ഒക്കെ സമീപകാലത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ തുടക്കമാണ്. ഒരു പൗരാണികതയിലേക്കുള്ള വിശ്വാസികളുടെ ഒരു തിരിച്ചുപോക്കായിട്ട് വേണം ഈ ഒരു കർമ്മങ്ങളെ കാണുവാൻ. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുന്ന ആ ദൃശ്യങ്ങൾ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണെന്ന് വേണം കരുതുവാൻ. അല്പസമയത്തിനകം തന്നെ നിളാരതി തിരുനാവായിൽ തുടങ്ങും. വിജ, കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് അനുമോദ്, കുംഭമേള എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഭാരതത്തിൻ്റെ ആത്മീയ തീർത്ഥാടന ഭൂപടത്തിൽ എങ്ങനെയാണ് ഇടം പിടിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്.
സ്വാഭാവികമായി ദക്ഷിണേന്ത്യയുടെ കുംഭമേള എന്ന ഒരു തരത്തിലാണിപ്പോൾ ഈ മാഘമഹോത്സവത്തെ സംഘാടകർ തന്നെ അവതരിപ്പിക്കുന്നത്. ആ തരത്തിലൊരു അങ്ങനെയൊരു ഇപ്പോൾ നേരത്തെയൊക്കെ ചെറിയ തോതിൽ നടത്തിയിരുന്ന അതിൽ നിന്ന് ഈ കുംഭമേളയ്ക്ക് ശേഷം വരുന്ന മഹോത്സവത്തിന് അങ്ങനെ ഒരു എനർജി കിട്ടിയിട്ടുണ്ടോ? ആ തരത്തിൽ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ? ഈ സന്യാസി വര്യന്മാരുടെ സാന്നിധ്യമൊക്കെ അതിന് ആ തരത്തിലുള്ള ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇത് നമുക്ക് ഈ ഒരു ചടങ്ങുകൾ കുംഭമേള എന്ന വിശേഷണത്താലാണ് തുടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് കാണാൻ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ സാധാരണ ആളുകൾക്കും വിശ്വാസികൾക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ആദ്യ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു തിരക്കോട് അനുഭവപ്പെട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഈ ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക് നിർമ്മിച്ച താൽക്കാലിക പാലത്തിന്റെ അതിന്റെ ഫിറ്റ്നസ് പരിശോധന നടപടികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. പോലീസ് അതിന്റെ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ സുരക്ഷാ സർട്ടിഫിക്കറ്റ്, ഇത് പാലം ഉപയോഗയോഗ്യമാണെന്ന സർട്ടിഫിക്കറ്റ് പൊതുമരാമത്ത് വകുപ്പോ പഞ്ചായത്തോ നൽകേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അപ്പൊ അത് ലഭിച്ചാൽ മാത്രമേ ഈ പാലത്തിലൂടെ എല്ലാവർക്കും ഇവിടേക്ക് വരാൻ കഴിയൂ. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായിട്ടും ആളുകൾക്ക് ഇവിടേക്ക് മുഴുവനായിട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു ഘോഷയാത്ര കൂടി എത്തിയതിനു ശേഷമാണ് അവിടെ ദിവസം മുഴുവൻ നീളുന്ന ഈ പൂജകളും അതേപോലെ യജ്ഞങ്ങളും മറ്റ് കർമ്മങ്ങളും ഒക്കെ തുടങ്ങാൻ പോകുന്നത്. അത് 23-ാം തീയതി മുതലായിരിക്കും, 22-ന് ശേഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഈ രാവിലെ കണ്ട ധ്വജാരോഹണവും അതിനുശേഷം വരുന്ന ഈ ഒരു നിള ആരതിയും ആണ് ഏറ്റവും വിഖ്യാതമായിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ചടങ്ങുകളുള്ളത്. മറ്റു ചില വിശുദ്ധ സ്നാനവും മറ്റു പുണ്യ നാമജപവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന മറ്റ് എല്ലാ വിഭാഗത്തിലും ഉൾക്കൊള്ളിക്കുന്ന ചടങ്ങുകൾ ഇതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ 22-ന് ശേഷമാണ് അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടേക്കൊക്കെ ആളുകൾ എത്തും എന്നാണ് ഇപ്പോൾ സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. എവിടെ നിന്നും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്താനുള്ള സംവിധാനങ്ങളൊക്കെ വിവിധ ട്രെയിൻ മാർഗമാവട്ടെ ബസ് മാർഗമാവട്ടെ എന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കുംഭമേളയ്ക്ക് സമാനമായ തോതിൽ ഇവിടേക്ക് തീർത്ഥാടകർ എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒന്നാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ടാണ് എന്നുള്ളത് തന്നെ. ഇപ്പോൾ അതിന്റെ ചടങ്ങുകളിൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മളതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാത്തിരിക്കുന്ന ഈ നിള ആരതി എന്ന ആ ഒരു ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചടങ്ങിലേക്ക് അവിടെ കിടക്കാം. നമുക്ക് ഇവിടുത്തെ ശബ്ദ പശ്ചാത്തലങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. തീർച്ചയായും നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. നിള ആരതി, നമ്മൾ മുൻപ് ഗംഗ ആരതിയാണ് കണ്ടിട്ടുള്ളത്. ഗംഗയെ ദേവിയായി ആരാധിച്ചുകൊണ്ട് ഗംഗയ്ക്കായുള്ള ആരതിയാണ് ഗംഗാ ആരതി. അതുപോലെ ഭാരതപ്പുഴയെ ദേവിയായി ആരാധിച്ചുകൊണ്ടുള്ള ഭാരതപ്പുഴയ്ക്കായുള്ള ആരതി പൂജ നടക്കുകയാണിപ്പോൾ. തിരുനാവായയിൽ നടക്കുന്ന മാഘമഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള നിള ആരതി ചടങ്ങുകൾ അവിടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.
നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,405 രൂപ, പവന് 1,07,240 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 11,100 രൂപ, പവന് 88,800 രൂപ. വെള്ളി ഗ്രാമിന് 305 രൂപ, കിലോഗ്രാമിന് 3,05,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റുമായി MG രേണുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.